ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞങ്ങൾ 3 പേരും കൂടി ഒരു ടെമ്പിൾ വിസിറ്റിന് ഇറങ്ങിയതാണ് കേട്ടോ. സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ഫേമസ് പിൽഗ്രിമേജ് സെൻറ്റർ ആയ അരുൾമികു സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിളാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ആക്ച്വലി ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ സ്ഥലം പിടികിട്ടിക്കൊള്ളണമെന്നില്ല. മരുതമല മുരുകൻ ടെമ്പിൾ എന്നാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലായേനെ. യെസ്, ഞാനിത് 2ാമത്തെ തവണയാണ് കേട്ടോ അവിടേക്ക് പോകുന്നത്. വീട്ടിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ഡിസ്റ്റൻസിലായാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ചെറിയ മഴയൊക്കെ ഉള്ളൊരു വൈകുന്നേരത്തെ നല്ലൊരു ഡ്രൈവ് ടു എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഭാരതീയർ യൂണിവേഴ്സിറ്റി ക്യാമ്പസൊക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ ഇവിടെ തുടങ്ങുവാണ് കേട്ടോ. പക്ഷേ ഇനിയും ഒരു 3 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. അതാണ് കൗതുകം. ഞങ്ങൾ മുൻപ് വന്നപ്പോൾ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഈ വഴി മുഴുവൻ ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കാഴ്ചകളോ ചന്തകളോ ആസ്വദിക്കാനുള്ള അവസരം അന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് തിരക്കൊഴിഞ്ഞ നല്ല ദിവസമായി. ക്ഷേത്രത്തിലെ കാര്യം അറിയില്ല കേട്ടോ, പോയി നോക്കാം. ടെമ്പിളിലേക്ക് മാത്രമായുള്ള റോഡ് ആരംഭിക്കുന്ന ടെമ്പിളിൻ്റെ തന്നെ കമാനം ഇവിടെയാണുള്ളത്. ഇവിടെ നമ്മൾ ടെമ്പിളിലേക്കുള്ള എൻട്രി ഫീ പാർക്കിംഗ് ഫീ നൽകണം. അതിനുശേഷം മാത്രമേ നമ്മളെ മുകളിലോട്ടേക്ക് കടത്തിവിടുകയുള്ളൂ. മുകളിലെന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെ താണ്ടാനുണ്ട്. വാഹനത്തിൻ്റെ വീലിൻ്റെ എണ്ണം പോലിരിക്കും ഈടാക്കുന്ന തുക. 30 രൂപയാണ് ഞങ്ങൾക്ക് നൽകേണ്ടി വന്നത്. കൂട്ടത്തിൽ നല്ലൊരു ഉപദേശവും ആ ചേട്ടൻ നൽകി. 3 ആനകൾ ഈ ഫോറസ്റ്റ് ഏരിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ റോഡിൽ ആനയെങ്ങാനും പ്രത്യക്ഷപ്പെട്ടാൽ മാക്സിമം സേഫായ സ്ഥലത്തേക്ക് മാറുക. പറ്റുമെങ്കിൽ ക്ഷേത്രത്തിലേക്ക് തന്നെ പോവുക, ഇല്ല എങ്കിൽ തിരിച്ചു വരിക. മനോഹരമായൊരു ചുരമൊക്കെ താണ്ടാനിറങ്ങിയ ഞങ്ങൾക്ക് 2 ഓപ്ഷനുമായി അത്യാവശ്യം ഉൾഭയമൊക്കെയായുള്ള യാത്രാനുഭവമാണ് ഉണ്ടായത്. എന്തായാലും ഒരാനയെ ഉടൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോയി. ആകെയുള്ളൊരാശ്വാസം എതിർവശത്തു നിന്നും ഇരുചക്രവാഹനക്കാരൊക്കെ ചുരമിറങ്ങുന്നുണ്ടായിരുന്നു. മഴ ഇപ്പോഴും ചെറുതായി പെയ്തുകൊണ്ടേയിരിക്കുന്നു. കാറിൻ്റെ ഗ്ലാസ്സിലുള്ള മഴത്തുള്ളികളൊക്കെ ഈ മനോഹരമായ കാഴ്ചകളെ ചെറുതായെങ്കിലും മറയ്ക്കുന്നുണ്ടെന്നറിയാം. കോയമ്പത്തൂരിൽ ഈയടുത്ത കുറച്ച് ദിവസമായി പെയ്ത മഴയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത്! കനത്ത മഴയും വെള്ളപ്പൊക്കവുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോയമ്പത്തൂരുകാരെ വരച്ചത് ചെറുതൊന്നുമല്ല. എന്തായാലും ഇന്ന് മഴയ്ക്ക് കുറച്ച് ശമനമുണ്ട്, ആശ്വാസം. ഒരു വലിയ ചുരം എന്നൊന്നും പറയാനില്ലെങ്കിലും മനോഹരമായൊരു യാത്ര സമ്മാനിക്കുന്ന, നല്ല പച്ചപ്പുള്ള കാഴ്ചകൾ നൽകുന്ന നല്ലൊരു ചുരം. അത് താണ്ടി മുകളിലേക്ക് എത്തുകയാണെങ്കിലോ അവിടെ മനോഹരമായൊരു ക്ഷേത്രം, മരുതമല മുരുകൻ ടെമ്പിൾ. എങ്ങനെയുണ്ട് വിശേഷണം? എനിക്കെന്തായാലും ഇഷ്ടമായി. പോകുന്ന വഴിയിൽ മറ്റൊരു ചെറിയ അമ്പലം കൂടിയുണ്ട്. എന്തായാലും അവിടെ ഇറങ്ങാൻ ഞങ്ങൾ മുതിർന്നില്ല. ആനപ്പേടിയുണ്ടേ. വിതിൻ 200 meters യു വിൽ റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ എന്ന് ഗൂഗിൾ അമ്മായി ഓർമ്മിപ്പിച്ചു. താങ്ക്സ് ടു ഗൂഗിൾ അമ്മായി, ഞങ്ങളെ നേർവഴി നയിച്ചതിന്. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ ആലോചിക്കാറ്, ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലായിരുന്നെങ്കിലോ എന്തല്ലേ. ഓക്കെ, അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. പറഞ്ഞ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി, മരുതമല ശ്രീ മുരുകൻ ടെമ്പിൾ. ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഏരിയ കണ്ടപ്പോഴാണ് സമാധാനമായത്. എന്തായാലും വലിയ തിരക്കൊന്നുമില്ല. മലയോരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മരുതമല മുരുകൻ ടെമ്പിൾ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾക്കും അതിൻ്റെതായ ഭംഗിയുണ്ട്. ആകാശം പതിയെ ഇരുണ്ടു വരുന്നു. അടിവാരത്തെ കെട്ടിടങ്ങളിലൊക്കെ പ്രകാശവും തെളിയുന്നു. ഇന്ന് മനോഹരമായ കാഴ്ചയാണിതൊക്കെയല്ലേ. ഞങ്ങളങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒട്ടും തിരക്കില്ലാത്തതിനാൽ വിശാലമായൊരു ദർശനം തന്നെയാവാം. തിരക്കുള്ള ദിവസമാണെങ്കിൽ ഈയൊരിടത്തെ എന്തായാലും ആശ്രയിക്കണം. ഇവിടെയാണ് തീർത്ഥാടകരുടെ ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലം.
3 കിലോമീറ്ററുകൾക്ക് മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്ന സ്ഥലത്താണ് ക്ഷേത്രത്തോടനുബന്ധിക്കുന്ന എല്ലാ കച്ചവടങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് തോന്നിപ്പോകും. കാരണം ഇവിടെ ഈയൊരു ചന്ത മാത്രമേ ഉള്ളൂ. കോവിലിൽ പൂജിക്കാൻ നൽകുന്നതിനുള്ള പൂക്കൾ കൊണ്ടുള്ള മാലകൾ വിൽക്കുന്ന സ്ഥലമാണിത്. നിറയെ സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്താൻ. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ക്ഷേത്രദർശനം നടത്തുക കുറച്ച് കഠിനശ്രമം തന്നെയാണ്. സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രധാന കോവിലാണിവിടെ. ഞങ്ങൾ ദർശനത്തിന് ശേഷമാണ് ഈ വീഡിയോ പകർത്തുന്നത്. വൈകുന്നേരം 7 മണി വരെ മാത്രമേ ക്ഷേത്രദർശനം നടത്താൻ സാധിക്കൂ. അതിനുശേഷം ആരെയും തന്നെ കോവിലിനുള്ളിൽ പ്രവേശിപ്പിക്കില്ല. യാത്രാവേളയിൽ ഗൂഗിൾ മാപ്പും ഞങ്ങളെ ഇക്കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പൂജയാണ് തൊട്ടിൽ കെട്ടിയുള്ള പ്രാർത്ഥന. സന്താനഭാഗ്യത്തിനായി ദേശങ്ങൾ താണ്ടി നിരവധി പേരാണ് മുരുകന് മുൻപിൽ പ്രാർത്ഥനയുമായി എത്തുന്നത്. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രശസ്തമായ മലയോര ക്ഷേത്രമാണ് മരുതമലൈ മുരുകൻ ക്ഷേത്രം. തമിഴ് സംഘകൃതിയായ പുറനാനൂരിൽ രേഖപ്പെടുത്തിയത് പ്രകാരം സംഘകാലത്ത് തമിഴ് രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. 6 പടൈ വീടുകൾ എന്നറിയപ്പെടുന്ന മുരുകന്റെ 6 വാസസ്ഥലങ്ങൾക്ക് ശേഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുരുകക്ഷേത്രമാണ് മരുതമലയിലുള്ളത്. അതുകൊണ്ടുതന്നെ മുരുകന്റെ 7ാമത്തെ വീടാണിതെന്ന് പറയപ്പെടുന്നു. കോയമ്പത്തൂർ നഗരത്തിൽ നിന്നും 12 കിലോമീറ്റർ മാറി പശ്ചിമഘട്ട മലനിരയിലാണ് ക്ഷേത്രമുള്ളത്. തൈപ്പൂയം അല്ലെങ്കിൽ മകരമാസത്തിലെ പൂയം നാൾ, അതായത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പിറന്നാളാണ് ക്ഷേത്രത്തിലെ വിശേഷ ദിവസം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചരിത്രവും സവിശേഷതകളും അങ്ങനെ നീണ്ടുപോകുന്നു. ഞങ്ങൾ ദർശനത്തിന് ശേഷം പുറത്തേക്കുള്ള വഴിയിലാണ്. ക്ഷേത്ര നവീകരണത്തിൻ്റെ ഭാഗമായി ഇവിടെ ലിഫ്റ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണം ഉടനെ പൂർത്തിയാവുകയാണെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് പ്രയാസം അനുഭവിക്കാതെ തന്നെ ദർശനം നടത്താം. അങ്ങനെ ഇവിടുത്തെ പ്രസാദമായ ചക്കരപ്പായസമൊക്കെ കഴിച്ച് പതിയെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള വഴിയിലാണ്. ചുരമിറങ്ങി ഇരുട്ട് പിടിച്ച പച്ചപ്പോടൊക്കെ യാത്ര പറഞ്ഞ് മനോഹരമായൊരു ടെമ്പിൾ ഡേ ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. ബൈ. ഹാവ് എ നൈസ് ഡേ.